കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ജയിൽ അധികൃതരോട് വിശദീകരിച്ച വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാൻ. കടബാധ്യത ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് നിരന്തര അധിക്ഷേപമുണ്ടായി. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ട എന്ന് കുടുംബം തീരുമാനിച്ചു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. കുറ്റബോധമുണ്ടോ? 8 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം സബ് ജയിലിൽ എത്തിക്കും മുമ്പ് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി മടങ്ങും വഴിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനോടുള്ള ഈ ചോദ്യം. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പോലീസ് വാഹനത്തിൽ കയറിയ പ്രതി വാഹനത്തിനുള്ളിൽ നിന്ന് മരിക്കാനായിട്ടാണ് താനും വിഷം കഴിച്ചതെന്ന് മറുപടി പറഞ്ഞു. പിന്നാലെ പൂജപ്പുര സബ് ജയിലിൽ എത്തിച്ചതിന് ശേഷമാണ് ജയിൽ അധികൃതരോട് ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം അഫാൻ വെളിപ്പെടുത്തിയത്. വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നിട്ടും സഹായിക്കാൻ കടപ്പെട്ട ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. സഹായത്തിനായി പലരോടും അഭ്യർത്ഥിച്ചെങ്കിലും കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു മറുപടി. സാമ്പത്തിക ബാധ്യതകളുടെ കാരണക്കാരി മാതാവ് ഷെമിയെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള നീക്കവും അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിതൃ സഹോദരനോടുള്ള വൈരാഗ്യം ഏറിയതിന്റെ കാരണം ഇതാണെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ആദ്യം ആക്രമിച്ച അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെയും ഇല്ലാതാക്കാൻ തീരുമാനമെടുത്തത്. പുറത്തിറങ്ങിയാൽ താനും ആത്മഹത്യ ചെയ്യുമെന്നും 23-കാരനായ കൂട്ടക്കൊലക്കേസ് പ്രതി ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. അഫാന്റെ വിശദമായ ചോദ്യം ചെയ്യലിനും സംഭവ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനു വേണ്ടി പോലീസ് അടുത്ത ദിവസം നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വരുന്ന തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം കുടുംബത്തിന്റെ 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുടെ രേഖകൾ കണ്ടെടുത്തതായി വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചു. വരവിൽ കവിഞ്ഞ ചെലവാണ് ബാധ്യതയേറാൻ ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട്